കരുവന്നൂർ കള്ളപ്പണക്കേസിൽ CPM ജനറൽ സെക്രട്ടറി ഹാജരാകേണ്ടതുണ്ടോ എന്ന് കേസ് പരിഗണിക്കുന്ന PMLA കോടതി. പാർട്ടിക്കും മുൻ ജില്ലാ സെക്രട്ടറിക്കും വേണ്ടി ഒരു അഭിഭാഷകനാണോ ഹാജരാകേണ്ടതെന്ന് സംശയം പ്രതിഭാഗം ഉയർത്തിയതോടെയാണ് കോടതിയുടെ നിർണായകമായ ചോദ്യം. പാർട്ടിക്ക് വേണ്ടി ജില്ലാ സെക്രട്ടറി മുതൽ ദേശീയ ജനറൽ സെക്രട്ടറിക്ക് വരെ ഹാജരാകാമെന്ന് ED കോടതിയിൽ വ്യക്തമാക്കി. കേസിൽ 68-ാം പ്രതിയാണ് CPM. പാർട്ടി പ്രതിയായ കേസിൽ മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസിൻ്റെ പേരുമുണ്ട്. ഇതാണ് നിയമപ്രശ്നമായി ഉയർത്തുന്നത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, കരുവന്നൂർ കള്ളപ്പണക്കേസിൽ പാർട്ടി തന്നെ CPM തന്നെ പ്രതിസ്ഥാനത്തുണ്ട്. അപ്പോൾ CPMന് വേണ്ടി ഹാജരാകേണ്ടത് ആര് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണല്ലോ. എന്തായിരുന്നു കോടതിയുടെ നിലപാട്? ജിജീഷ്. വിനോദ്, ഈ ഒരു പ്രശ്നത്തെ വളരെ സങ്കീർണമായ ഒരു നിയമപ്രശ്നമാക്കി മാറ്റാനുള്ള നീക്കങ്ങളാണ് കോടതിയിലും പ്രതിഭാഗം നടത്തിയത്. കാരണം CPMനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതിയാക്കി പാർട്ടി തന്നെ ഈ കേസിന്റെ ഭാഗമായി മാറിയതോടെ പൂർണ്ണമായും, കാരണം നേതാക്കൾ മാത്രമല്ല അവരെ പ്രതിനിധീകരിക്കുന്ന പാർട്ടി കൂടി പ്രതിസന്ധിയിലാവുന്ന ഒരു ഘട്ടം ആയിരുന്നു ഉള്ളത്. ഇതിനെ മറികടക്കാനാണ് ഇത്തരത്തിൽ ചില നിയമസങ്കീർണമായ ചോദ്യങ്ങൾ കോടതിയിലടക്കം ഉയർത്തിയത്. കാരണം സാധാരണ നിലയിൽ ഒരു കമ്പനി നിയമപ്രകാരമുള്ളതിന് അനുസൃതമായ നടപടികളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വീകരിക്കുന്നത്. ഒരു കമ്പനിക്കെതിരെ ഇത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിയെ പ്രതിനിധീകരിക്കുന്ന ഡയറക്ടർമാരിൽ ആരെങ്കിലുമാണ് ഹാജരാകേണ്ടത്. അതേ നിലയിൽ തന്നെ പകരമാണ് CPM, അവിടെ പാർട്ടിയാണ് കമ്പനികൾക്ക് പകരം വരുന്നത്. അങ്ങനെ വരുമ്പോൾ ജില്ലാ സെക്രട്ടറിയോ അതിന് മുകളിലുള്ള, കാരണം ജില്ലാ തലത്തിൽ നടന്നിട്ടുള്ള ക്രമക്കേടാണ് എന്നതുകൊണ്ട് തന്നെ ജില്ലാ സെക്രട്ടറിയോ അതിന് മുകളിലുള്ള നേതാക്കളോ ഹാജരാകണമെന്നൊരു നിർദ്ദേശം മാത്രമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നോട്ട് വെക്കാനുള്ളത്. എന്നാൽ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് വന്നപ്പോൾ പ്രതിഭാഗം വാദിച്ചത്, പ്രത്യേകിച്ച് MM വർഗീസിന്റെ അടക്കമുള്ള മുൻ ജില്ലാ സെക്രട്ടറിയുടെ അടക്കമുള്ള അഭിഭാഷകൻ ചോദിച്ചത് പാർട്ടിക്ക് വേണ്ടി ആര് ഹാജരാകുമെന്ന ഒരു നിയമപ്രശ്നമാണ്. മാത്രമല്ല അതിൽ പറഞ്ഞിരിക്കുന്നത് CPM പാർട്ടിയെ പ്രതിനിധീകരിച്ച് അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുൻ ജില്ലാ സെക്രട്ടറിയായ MM വർഗീസിനെയാണ്. നിലവിൽ അദ്ദേഹം ജില്ലാ സെക്രട്ടറി അല്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് അദ്ദേഹത്തെ ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുക എന്നതടക്കമുള്ള ചോദ്യങ്ങൾ കോടതിയിൽ ഇവർ ഉന്നയിക്കുകയും ചെയ്തു. എന്നാൽ അതിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ മറുപടി എന്ന് പറയുന്നത് അത് ഏറ്റവും പ്രശസ്തമാണ്. ED അതിന് നൽകിയിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും ഹാജരാകാം. ഇതിനിടയിൽ കോടതി നിർണായകമായ ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് CPM ദേശീയ ജനറൽ സെക്രട്ടറി ഹാജരാകേണ്ടതുണ്ടോ എന്ന കാര്യമാണ് EDയോട് ചോദിച്ചത്. അതിന് മറുപടിയായി ED വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് ദേശീയ ജനറൽ സെക്രട്ടറിക്കും വേണമെങ്കിൽ ഹാജരാകാം, ജില്ലാ സെക്രട്ടറിക്കും ഹാജരാകാം, ജില്ലാ തലത്തിന് മുകളിലുള്ള മറ്റ് ഭാരവാഹികൾക്കും വേണമെങ്കിൽ ഈ കേസിൽ CPM എന്ന പാർട്ടി പ്രതിയാകുമ്പോൾ അതിനെ പ്രതിനിധീകരിച്ച് ഹാജരാകാൻ കഴിയും. അതിൽ ആര് വേണമെന്ന നിബന്ധന EDക്ക് വെക്കാൻ കഴിയില്ല. ED അത്തരത്തിലുള്ള നിബന്ധന വെക്കുന്നുമില്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു കേസിൽ 68-ാം പ്രതിയായി CPM പാർട്ടി തന്നെ മാറുമ്പോൾ സങ്കീർണമായ നിയമപ്രശ്നങ്ങളിലേക്കും നിയമക്കുരുക്കിലേക്കും തന്നെയാണ് ഈ വിഷയം മാറുന്നത്.